ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ദ മച്ച് അവൈറ്റഡ് സീക്വൽ ആട് 3. വളരെ ആകാംക്ഷയോടെയാണ് ആട് 3യുടെ ആരാധകർ ഈ സിനിമയെ കാത്തിരുന്നത്. അതേപോലെ തന്നെ ജയസൂര്യയുടെ ഫാൻസ് ജയസൂര്യയുടെ ഒരു ഗംഭീര തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന സിനിമയായി. അങ്ങനെ ഡയറക്ടർ മിഥുൻ മാനുവൽ വീണ്ടും വന്നിരിക്കുന്നു ആട് 1, ആട് 2, ഇനി ആട് 3യുമായി. ഫസ്റ്റ് 2 പാർട്ടായിരുന്നെങ്കിൽ ഫാന്റസി കോമഡി സിനിമയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ആടിന്റെ ഫ്രാഞ്ചൈസി ആട് 3 ഇറക്കിയിരിക്കുന്നത് ഒരു ഫാന്റസി കോമഡി ഫ്യൂഷൻ വിത്ത് ടൈം ട്രാവൽ. അതെ, ഈ പ്രാവശ്യം ഡയറക്ടർ ഒരു എക്സ്പീരിമെന്റൽ കൺസെപ്റ്റോടെയാണ് വന്നിരിക്കുന്നത്. ഫാന്റസി കോമഡി റൈഡിനെ ഒരു ടൈം ട്രാവൽ ഒരേ സമയത്ത് പാരലായിട്ട് പാസ്റ്റിലും ഫ്യൂച്ചറിലും പ്രസന്റിലും ഒരേ പാരലൽ രീതിയിൽ കഥാപാത്രങ്ങൾ അവരുടെ ടൈം ലൈനിൽ ചെയ്യുന്ന കോമഡിയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ ഡയറക്ടർ ഓൾമോസ്റ്റ് 50-50 ആയിട്ടാണ് സക്സസ്ഫുൾ ആയിരിക്കുന്നത്. ഈ ടൈം ലൈൻ ഒരേ സമയത്ത് 3 കഥകൾ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ പാരലായിട്ട് സ്റ്റോറി ടെല്ലിംഗ് നടക്കണ കാരണം ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു സ്ക്രീൻ പ്ലേ, കഥയും സ്റ്റോറി പ്ലോട്ട്. അത് കാരണം കുറേ ഇടങ്ങളിൽ ഓഡിയൻസ് ഡിസ്കണക്റ്റ് ആയി പോകുന്നു. ഭയങ്കര കോംപ്ലിക്കേറ്റ് ആയ മാതിരി, എന്തോ മിസ്സായ മാതിരിയാണ് സിനിമ പോയിക്കൊണ്ടിരുന്നത്. ആടിന്റെ ഫാൻസുകൾക്ക് വേണ്ടി നോസ്ട്രാളജിയ എല്ലാ ക്യാരക്ടേഴ്സും ഷാജി പാപ്പാൻ, ഡ്യൂഡ്, അബു ഭീകരൻ, SB സർബത്ത്, ക്യാപ്റ്റൻ ക്ലീറ്റസ് എല്ലാരെയും വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ അത് ഒരു വളരെ ഹൈ എൻജോയ്മെന്റ് മൂമെന്റ് തന്നെയാണ്. അവരുടെ ഓരോ ഡയലോഗ് ഡെലിവറിയും ആ ക്യാരക്ടറോടെ ഒരു വീണ്ടും പെർഫോമൻസും അതിഗംഭീരം. അത് കാരണം പടം നമുക്ക് ഒരു 50-50 രീതിയിൽ എൻജോയ് ചെയ്യാം. എല്ലാ ക്യാരക്ടേഴ്സും, എസ്പെഷ്യലി ധർമ്മജൻ ചേട്ടന്റെ ക്യാരക്ടർ പൊരിച്ചു. അവരാണ് ഈ സിനിമയിൽ കുറച്ച് ജീവൻ കൊണ്ടുവന്നത്. അവരുടെ കോമിക് ടൈമിംഗ് പൊളി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ജയസൂര്യയുടെയും അബു ഭീകരന്റെയും കുലുക്കി സർബത്ത് അവരുടെ ഒരു കോമിക് ടൈമിങ്ങും ഡയലോഗ് ഡെലിവറി അടിപൊളി. പക്ഷെ ഡയറക്ടർ ഒരു വെൽ ട്രൈഡ് എക്സ്പെരിമെന്റ് തന്നെ. ടെക്നിക്കലിയും കൺസെപ്റ്റ് വൈസും ഇതൊരു ഫ്യൂച്ചർ മൂവി തന്നെയാണ് ഒരു മലയാളം ഇൻഡസ്ട്രിക്ക്. പക്ഷേ എന്തോ ഒരു ബഡ്ജറ്റ് കുറവുള്ള കാരണം ടെക്നിക്കൽ എക്സ്പെക്റ്റില് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ അത്ര അധികം ഫെസിലിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഒരു 50-50 എൻജോയ്മെന്റ് ആണ്. ശരിക്കും ആട് 3 കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഡയറക്ടറിന്റെ കൂടുതൽ കോൺസെൻട്രേഷൻ ഡൂഡിന്റെ ക്യാരക്ടർ മേലും പിന്നെ ഒരു സായിപ്പ് മദാമിയായിട്ട് ഒരു ഫോറിൻ ആക്ട്രസിന്റെ മേലായിരുന്നു ഇരിക്കുന്നതെന്ന് തോന്നി. അവരുടെ 2 പേരുടെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ക്യാരക്ടർ വരുമ്പോൾ ടെക്നിക്കലിയും പടം സൂപ്പറാണ്. കോമഡി ടൈമിങ്ങും വളരെ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ ഈ സിനിമയ്ക്ക് 2.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് കൊടുക്കുന്നു. നന്ദി, നമസ്കാരം.